അങ്ങനെ ആറ്റുനോറ്റ് പിടിച്ചെടുത്ത കോർപ്പറേഷനിൽ ഇന്നലെ അടിപിടി. CPM കൗൺസിലർമാരും BJP കൗൺസിലർമാരും തമ്മിൽ അടി നടന്നു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. CPM കൗൺസിലർമാർ BJP മേയറടക്കമുള്ള BJP കൗൺസിലർമാരെ ആക്രമിച്ചു എന്നാണ് മാധ്യമങ്ങളുടെ വേർഷൻ. CPM കൗൺസിലറായ സിന്ധു ശശിക്ക് തലയിൽ മാരകമായി പരിക്കേറ്റത് മാധ്യമങ്ങൾക്ക് വാർത്തയായില്ല. 10 കൗൺസിലർമാർ, മഞ്ചൂർ P. ബാബു അടക്കമുള്ള, ശിവജി അടക്കമുള്ള 10 കൗൺസിലർമാർ ആശുപത്രിയിലാണ് സംഘർഷത്തിൽ പരിക്കേറ്റ്. അതും വാർത്തയല്ല, മാധ്യമങ്ങൾ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ അജണ്ട അനുസരിച്ച് അവർ വാർത്തകൾ തയ്യാറാക്കും. എന്തിനായിരുന്നു കോർപ്പറേഷൻ ഓഫീസിൽ സംഘർഷം നടന്നത്? കാര്യം വളരെ ഗൗരവകരമാണ്. കാപ്പ കേസിൽ പ്രതിയായ വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതൻ രാജിവെക്കണം, അല്ലെങ്കിൽ അയാളെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടാണ് LDF കൗൺസിലർമാർ ധർണ നടത്തിയത്. മേയറും ഡെപ്യൂട്ടി മേയറും വെല്ലുവിളിയോടെ ആ ധർണയ്ക്കിടയിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ സംഘർഷമുണ്ടാവുകയും ചെയ്തു. മേയർ മുണ്ടക്കെ മടത്തിക്കുത്തി അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ വാതിൽ ബലമായി തള്ളി തുറന്ന് കയറാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടു. പോലീസ് ഇരുവരെയും പിടിച്ചു മാറ്റാൻ പോയില്ല. അടി അങ്ങനെ അങ്ങ് നടക്കട്ടെ എന്നൊരു രീതിയായിരുന്നു പോലീസ് കൈക്കൊണ്ടത്. എന്തായാലും CPM കൗൺസിലർമാരുടെ പരാതിയിൽ മേയറും ഡെപ്യൂട്ടി മേയറും അടക്കം, മേയർ BV രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും അടക്കം 10 BJP കൗൺസിലർമാർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇത് വലിയ വാർത്തയായെന്നും നാളെ വരില്ല. 10 CPM കൗൺസിലർമാർ പരിക്കേറ്റ് ആശുപത്രിയിലാണ്. അപ്പോൾ പരിക്കേറ്റ CPM പ്രവർത്തകരുടെ കൗൺസിലർമാരുടെ വിവരമൊന്നും, അല്ലെങ്കിൽ അവരുടെ അവസ്ഥയൊന്നും ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തില്ല, ദേശാഭിമാനിയും കൈരളി TVയും ഒഴികെ. എല്ലാ മാധ്യമങ്ങളും CPM കൗൺസിലർമാർ, BJP കൗൺസിലർമാരെ, മേയറും ഡെപ്യൂട്ടി മേയറും അടക്കമുള്ള BJP കൗൺസിലർമാരെ ആക്രമിച്ചു എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. സംഭവം BJP കൗൺസിലർമാർ CPM കൗൺസിലർമാരെ ആക്രമിക്കുകയായിരുന്നു, അല്ലാതെ 10 പേർക്ക് പരിക്കേൽക്കില്ലല്ലോ. സിന്ധു ശശിയുടെ തലയ്ക്ക് മാരകമായി മുറിവേൽക്കില്ലല്ലോ. എന്തായാലും സംഭവം പോലീസ് ഗൗരവത്തിൽ എടുത്തിരിക്കുന്നു. ഈ സംഭവത്തിന് ശേഷം BJP നേതാക്കളുടെ K. സുരേന്ദ്രൻ അടക്കമുള്ള, രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള BJP നേതാക്കളുടെ വെല്ലുവിളികൾ കേരളം കണ്ടു. CPMനെതിരെയുള്ള വെല്ലുവിളികൾ. എന്തായാലും ആ വെല്ലുവിളികളും ഇപ്പോൾ പരിഹാസ്യമായി തീർന്നിരിക്കുക. ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. ദൃശ്യങ്ങൾ നന്നായി പരിശോധിച്ച ശേഷം. അപ്പോൾ മേയറും ഡെപ്യൂട്ടി മേയറും പെട്ടിരിക്കുകയാണ്. സംഘർഷം കഴിഞ്ഞ് വിജയഭാവത്തിൽ നടന്നു പോകുന്ന മേയറുടെ കാലിൽ പിന്നീട് പ്ലാസ്റ്റർ കണ്ടു. മേയറുടെ കാലില് പൊട്ടിയെന്നാണ് BJPക്കാരുടെ വാദം. ആശാനാഥിന് പരിക്കേറ്റു എന്നാണ് വാദം. എന്തായാലും മേയറും ഡെപ്യൂട്ടി മേയറുമൊക്കെ നന്നായി അഭിനയിക്കാൻ കഴിവുള്ളവരാണെന്ന് ഈ സംഘർഷത്തിൽ നിന്ന് വ്യക്തമായി. മേയറും ഡെപ്യൂട്ടി മേയറും അടക്കമുള്ളവർ ഗുണ്ടകളെ വളർത്തുന്ന ഒരു രീതി പ്രോത്സാഹിപ്പിക്കുകയാണ്. റീൽസ് സൃഷ്ടിച്ചുകൊണ്ട് റീൽസിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന മേയറും ഡെപ്യൂട്ടി മേയർ ഇപ്പോൾ റീൽസിലാണ് അവരുടെ രാഷ്ട്രീയം. എന്തായാലും ഡെപ്യൂട്ടി മേയറും പെട്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് കേസ് പറയേണ്ടി വരും, കോടതി കയറി ഇറങ്ങേണ്ടി വരും. എന്തായാലും പോലീസ് അടിപിടി നടന്നപ്പോൾ പോലീസ് നിസ്സഹായരായിരുന്നു, നിസ്സംഗരായി നോക്കി നിന്നുവെങ്കിലും
പിന്നീട് എൽ ഡി എഫ് കൗൺസിലർമാരുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മ്യൂസിയം പോലീസ് തിരിച്ചറിഞ്ഞു. മേയറും ഡെപ്യൂട്ടി മേയറും പെട്ടു.